ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറ് കറിയാണ്. ഇത്ര രുചിയിൽ നിങ്ങൾ പയറ് കറി കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പയറ് കറി ഉണ്ടാക്കാമെന്ന റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ തലേ ദിവസം തന്നെ വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പയറാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്തി കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 3 ഗ്ലാസോളം പയർ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് റെഡിയാക്കിയ പയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് ഈ പയർ വേവിക്കുക. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ വേപ്പിലയോ ഒക്കെ ഇടാം. പക്ഷേ ഇപ്പം നമ്മുടെ റെസിപ്പി ഇച്ചിരി സിമ്പിളാണ്, കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേണം നമ്മളിപ്പോൾ പയർ വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പയറൊക്കെ നല്ല അസലായിട്ട് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുഴയാതെ കറക്റ്റ് വേവിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇനി കറിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പയർ ആ കുക്കറിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഫസ്റ്റ് പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഇടേണ്ടത് എന്താണെന്നോ, നമ്മുടെ സാധാരണ ജീരകം ഇല്ല, നമ്മൾ തേങ്ങ കൂട്ടൊക്കെ അരയ്ക്കുമ്പോൾ എടുക്കുന്ന ജീരകം, അത് ഒരു 1/4 ടീസ്പൂൺ. പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഒരു 1/4 ടീസ്പൂൺ. അതിട്ട് ഉടനെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഒരു സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഒരുവിധം ഒന്ന് പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൊടികൾ ചേർക്കാം. പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടതാണ് നമ്മുടെ സാധാരണ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പഴുത്ത തക്കാളി, ഒരു വലിയ പഴുത്ത തക്കാളി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇടാം. പക്ഷെ കാണാൻ ഭംഗി ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴാണ് കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് എന്താ ചേർക്കേണ്ടത്, നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് കുത്തി ഇളക്കി ഉടച്ചു കളയരുത്. അങ്ങനെ ഉടഞ്ഞൊന്നും പോകില്ല. ഭയങ്കരമായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുമ്പോഴത്തേനും ഉടഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ ഈ കറിയുടെ ടെക്സ്ചർ ആകെ മാറിപ്പോവും. അപ്പം നമ്മൾ ഇതൊരു കറക്റ്റ് പാകത്തിനാണ് വേവൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ കറി ഭയങ്കര സിമ്പിളല്ലേ? ഇത് സിമ്പിൾ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി സിമ്പിളാണ്, സൂപ്പറാണ്, ഹെൽത്തിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ ഒപ്പോ പുട്ടിൻ്റെ ഒപ്പോ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.